ഈ ആഹ്ലാദ പ്രകടനം ഏതെങ്കിലും ഇലക്ഷനിലെ റിസൾട്ടിൽ വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനമല്ല, ഒരു കോളേജ് പൂട്ടിച്ചതിന്റെ ആഹ്ലാദ പ്രകടനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആഹ്ലാദ പ്രകടനം കണ്ടു നോക്കൂ. ലഡുവും എല്ലാം വിതരണം ചെയ്തിട്ടാണ് ആഘോഷിക്കുന്നത്. हमारा लक्ष्य था इन बच्चों को साइड स्टेप करवाना और इस कॉलेज को बंद करवाना, तो उस लक्ष्य में हमें सफलता हासिल हुई है। पूरे जो हिंदू समाज की जीत हुई है, ये सिर्फ संघर्ष समिति की जीत नहीं हुई है, ये पूरे हिंदू समाज की जीत है। കണ്ടില്ലേ അവരുടെ ആഹ്ലാദം? കുറച്ച് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീമാതാ വൈഷ്ണവ് ദേവ് മെഡിക്കൽ കോളേജ്, അവിടുത്തെ പ്രവേശനവും അതിനെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ നീറ്റിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ബേസിൽ 50 സീറ്റാണ്, 50 സ്റ്റുഡൻസിനെ അഡ്മിഷൻ കൊടുത്തു. അതിൽ 44 സ്റ്റുഡൻസും മുസ്ലിം ആയിരുന്നു. അതിന്റെ പേരിൽ ശിവസേന, ബജ്രംഗ് ദൾ, അതുപോലെ BJP അടക്കം അവിടെ പ്രൊട്ടസ്റ്റുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ 44 സ്റ്റുഡൻസിനെയും ഒഴിവാക്കണം, എന്നിട്ട് ഹിന്ദുക്കളെ മാത്രം ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. ഗവർണറിനും അതുപോലെ മന്ത്രിമാർക്കും എല്ലാവർക്കും ഈ ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടി. പക്ഷേ കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് പറയുന്നത്, ഈ അഡ്മിഷൻ ഒക്കെ കൃത്യമായി മെറിറ്റിലാണ്, നീറ്റിന്റെ ബേസിലാണ് അവിടുത്തെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടന്നിട്ടുള്ളതെന്നാണ് കോളേജിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുള്ളത്. വേറെ വഴിയില്ലായിരുന്നു. അന്വേഷിച്ചപ്പോൾ അതൊക്കെ സത്യമായിരുന്നു. പിന്നെയുള്ള അവസാന വഴി എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തതാണ്. നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള അംഗീകാരം എടുത്തു കളഞ്ഞു. അംഗീകാരം ഇനിയില്ല. അതായത് അത് പൂട്ടി. 50 സ്റ്റുഡൻസിന്റെ മാത്രമല്ല, ഇനിയും അവിടെ പഠിച്ചിറങ്ങാൻ പോകുന്ന ഫ്യൂച്ചറിലുള്ള കുട്ടികളുടെ ഒക്കെ ചാൻസ് ആണ് കളഞ്ഞിട്ടുള്ളത്. അതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഈ വീഡിയോന്റെ ആദ്യം കണ്ട ആ വീഡിയോ. അവർ ആഹ്ലാദിക്കുകയാണ്. ഒരുപാട് കുട്ടികളുടെ ഫ്യൂച്ചർ തൊലച്ചിട്ടാണ് ഈ ഒരു അവരുടെ ആഹ്ലാദ പ്രകടനം. നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ സെൻട്രൽ ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഭരിക്കുന്ന പാർട്ടി BJP അവരടക്കം ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപാട് സ്കൂളുകളാണ്, 84,000 സ്കൂളുകളോളം BJP ഗവൺമെന്റ് വന്നതിന് ശേഷം അടച്ചു പൂട്ടിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ സ്കൂൾ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പാർലമെന്റിൽ ഗവൺമെന്റ് തന്നെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് ആകെ അറിയാവുന്നത് പൊളിക്കാനും പൂട്ടാനും വിൽക്കാനും പേരുകൾ മാറ്റാനും അത് മാത്രമാണ് ഇവർക്ക് അറിയുന്നത്. പിന്നെ പാവങ്ങളുടെ വീടുകളൊക്കെ ബുൾഡോസർ രാജ് അത് നടത്താനും ഒക്കെയാണ് ഇവർക്ക് അറിയാവുന്നത്. ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഈ ആഘോഷത്തിൽ ഇതിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന, ഇതിനെ വെള്ള പൂശുന്ന, ഇതിനെ ന്യായീകരിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് മലയാളികളും ഉണ്ടെന്ന് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു. ഇത്രയും ലിറ്ററസി റൈറ്റ് ഉള്ള കേരളത്തിലെ മലയാളികളും ഈ പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരുപാട് IITയും IIM ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നു. അതിന്റെ 10 മടങ്ങ് സാധനങ്ങൾ ഇപ്പുറം ക്ലോസ് ചെയ്യുന്നുമുണ്ട്. 84,000-ഓളം സ്കൂളുകളാണ് അടച്ചു പൂട്ടിയെന്നാണ് സെൻട്രൽ ഗവൺമെന്റ് തന്നെ പാർലമെന്റിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത്. ബേസിക് എഡ്യൂക്കേഷൻ ഇല്ലാതെ IITയും IIM ഒക്കെ തുടങ്ങിയിട്ട് എന്താണ് കാര്യം? ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്കൂളുകളാണ് പൂട്ടിയിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ സ്കൂൾ നിർത്തി ഒഴിവാക്കി പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത് ഗുജറാത്തിലാണ്. ഈ ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഏകദേശം 1 ലക്ഷത്തോളം കുട്ടികളാണ് പഠിത്തം മതിയാക്കിയിട്ടുള്ളത്. അതും പാർലമെന്റിൽ വെച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഞാൻ ഇതേപോലത്തുള്ള ഡാറ്റാസ് വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന അതിന്റെ കമന്റ് ബോക്സിൽ ആളുകൾ വരാറുണ്ട് ന്യായീകരിക്കാൻ. പക്ഷെ ന്യായീകരിക്കാൻ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇടുന്ന വസ്ത്രം, ഈ കാര്യങ്ങളൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ ഒരു ഡ്രസ്സിൽ ഒരു ടിക്ക് ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു ക്രോസും. അതിനെയാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത്, അത് നീ പറയുന്നത് പോലെ തന്നെയാണ് നിന്റെ ഷർട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവർക്ക് ന്യായീകരിക്കാൻ ഒരു സാധനവുമില്ല, ഒരു ഡാറ്റയും ഇല്ല, ഒരു ഫാക്റ്റും ഇല്ല, ഒന്നുമില്ല.
അതുകൊണ്ട് അവർ എന്തൊക്കെയോ പറഞ്ഞ് അവർ തന്നെ സമാധാനിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും ഈ മെഡിക്കൽ കോളേജൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾ മുറവിളി കൂട്ടുമ്പോഴാണ് ഉള്ള മെഡിക്കൽ കോളേജ് കൂട്ടിയിട്ടുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, അവിടെ കൂട്ടാനുള്ള കാരണം പറഞ്ഞിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ അത് അംഗീകാരം എടുത്തു കളഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പെർമിഷൻ കൊടുക്കുമ്പോൾ ഇൻസ്പെക്ട് ചെയ്തിട്ടില്ലേ? അപ്പോൾ എന്താ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നോ? ഇപ്പോ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയതാണോ? ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ട്. പിന്നെയുള്ള പ്രശ്നം ഞാൻ പറഞ്ഞ റിലീജിയസ് ആയിട്ടുള്ള ആ ഒരു പ്രശ്നമാണ്. അതിന്റെ പേരിലാണ് ഇപ്പോൾ ആ ഒരു കോളേജ് 50 സീറ്റാണ് ആ കോളേജിലുള്ളത്. അതാണ് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ 50 സ്റ്റുഡൻസിന്റെ മാത്രം കാര്യമല്ല ഇത്. ഇനി ഫ്യൂച്ചറിൽ ആ 50 ചിലപ്പോൾ 100 ആകും, 200 സീറ്റ് ആകും, അങ്ങനെ കൂടി വരും. ആ ഒരു അത്രയും കുട്ടികളുടെ ഫ്യൂച്ചർ, അവർക്ക് പഠിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇവർ കളഞ്ഞ് പൊളിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഇവർ ഈ ആഘോഷങ്ങളൊക്കെ നടത്തുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.